വിജയഘടകം കഥ തന്നെയാണ്. മേക്കിംഗ് ഒക്കെ പറഞ്ഞാൽ അതൊരു ഒരു കുറച്ച് കാലത്തേക്കേ ഉണ്ടാവുള്ളൂ. അതൊരു പ്രത്യേക സ്റ്റൈല് കാണുമ്പോഴുള്ളൊരു അട്രാക്ഷനാണ്, ഫാഷൻ പോലെയാണത്. പക്ഷേ അതിപ്പോൾ എല്ലാ ലാംഗ്വേജിലും ഉണ്ട്, ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഉണ്ട്. ആദ്യകാലത്ത് ഈ സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, സ്റ്റൈലൈസ്ഡ് മേക്കിംഗ് സിനിമകളൊക്കെ ഭയങ്കര ഒപ്പീനിയൻ പറഞ്ഞിരുന്നു. പിന്നെ അതിനകത്ത് കഥയില്ല എന്ന ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് വിരട്ട് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗിമ്മിക്സ് മാത്രമേ ഉള്ളൂ, കഥയോ കഴമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള സിനിമകളെയൊക്കെ അവർ തള്ളാൻ തുടങ്ങി. ഇവിടെയും ഇപ്പോൾ ഈ സ്റ്റൈല് വിരട്ടലിൻ്റെ തുടക്കമായിട്ടേ ഉള്ളൂ. നമ്മൾ തമിഴ് സിനിമയായിട്ട് എടുത്ത് നോക്കുമ്പോൾ കുറച്ച് പുറകിലാണ് നമ്മൾ. അപ്പോൾ ഈ വിരട്ട് സിനിമകൾ കുറച്ച് കാലത്തേക്കേ നിൽക്കുകയുള്ളൂ. കണ്ടൻ്റ് ഇല്ലെങ്കിൽ ആ സിനിമയ്ക്കൊന്നും നിലനിൽപ്പില്ല. അത് പതുക്കെ ഈ വിരട്ട് മാറിപ്പോകും. പക്ഷേ സിംപ്ലിസിറ്റി, ഇപ്പോൾ എൻ്റെ സിനിമകളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് എന്ന് ആളുകൾ പറയുന്നത് വളരെ സിമ്പിളാണ്. ആർക്കും എടുക്കാമെന്ന് തോന്നും സിനിമ കണ്ട, പക്ഷെ അത് എടുക്കാനാണ് പ്രയാസം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എപ്പോഴും പ്രയാസം. ഗിമ്മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. വളരെ സിമ്പിളായിട്ടൊരു കഥ പറയണമെങ്കിൽ ആ കഥയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ സിമ്പിളായിട്ട് അതെടുത്ത് ഫലിപ്പിക്കാൻ പറ്റുള്ളൂ. കഥയിൽ വലിയ കഴമ്പില്ലാത്തവരാണ് ഈ പറയുന്ന ഗിമ്മിക്സും വിരട്ടും ഒക്കെ കാണിച്ച ആളുകളെ എന്താ പറയുക, ത്രില്ലടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഏത് കാലഘട്ടത്തിലും ഇപ്പോൾ നമ്മൾ ഈ ഗിമ്മിക്സ് കാണിച്ച് സക്സസ് ആയ പടങ്ങളുണ്ട്. ആ സിനിമകൾ ആ കാലഘട്ടത്തിലേക്ക് വേണ്ടി എടുക്കുന്നതെന്നുള്ള അർത്ഥത്തിൽ അത് ഓക്കെയാണ്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സിനിമകളൊന്നും ആളുകൾ കാണാൻ പോലും കൂട്ടാക്കില്ല. കാരണം അതൊക്കെ അവർഷനാവും. കാരണം അത് തന്നെ റിപ്പീറ്റഡ് ആവും. ഒരുപാട് പേര് ഇപ്പോൾ ഗിമ്മിക്സ് കാണിക്കാൻ തുടങ്ങിയപ്പോഴും ആളുകൾ അതിനോടൊരു അവർഷം പതുക്കെ കാണിക്കാൻ തുടങ്ങും. എന്നിട്ട് വീണ്ടും സിംപ്ലിസിറ്റിയിലേക്ക് മടങ്ങി വരും. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിലുള്ള സിനിമ എടുക്കുന്ന രീതിയല്ല. ഷോർട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇന്നത്തെ എല്ലാ ടെക്നോളജിയും വെച്ചുകൊണ്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ടുള്ള സിനിമകളാണ്. പക്ഷെ കാണുമ്പോൾ വളരെ സിമ്പിളായിരിക്കും സിനിമ. ആ സിംപ്ലിസിറ്റി തന്നെയാണ് എക്കാലത്തും നിലനിൽക്കുകയുള്ളൂ. മലയാളം തന്നെയാണ് എനിക്ക് എപ്പോഴും കംഫർട്ട് സോൺ. കാരണം നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ കൾച്ചർ, എനിക്കറിയാവുന്ന ജീവിത രീതികളെല്ലാമാണ്. പക്ഷേ നമ്മൾ തമിഴിലേക്കും ഹിന്ദിയിലേക്കും ചെല്ലുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ അവിടുത്തെ ഹീറോയെ വെച്ചിട്ട് എടുക്കുമ്പോൾ ആ ഹീറോയുടെ ഇമേജ്, ആ ഹീറോയിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ സിനിമയെ ഒന്ന് റീവർക്ക് ചെയ്യുന്നത്. പക്ഷേ മലയാളത്തിൽ നമുക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട്. നമുക്കെല്ലാം അറിയാം. ഇവിടുത്തെ ആളുകളുടെ കൾച്ചർ അറിയാം, ജീവിത രീതി അറിയാം, എല്ലാം അറിയാം. തമിഴും എനിക്ക് കുറച്ചറിയാം. ഹിന്ദി വളരെ ഡിഫറൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി സ്ട്രെയിൻ കൂടുതലാണ്. എങ്കിൽ പോലും കണ്ടൻ്റ് ആണ്, ഈ പറയുന്ന കഥയാണ് നമ്മൾ പറയുന്നത്. ആ കഥയുടെ ആംബിയൻസാണ്, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് എന്നെ പേടിപ്പെടുത്തുന്നത്, എനിക്ക് പരിചയമില്ലാത്ത. അതിന് നമ്മൾ അവിടെ നിന്നുള്ള ടെക്നീഷ്യൻസിനെ, അവിടെ നിന്നുള്ള ആളുകളെ സപ്പോർട്ട് നമ്മളെടുക്കും. അവിടെ ഉള്ള സിനിമകൾ നമ്മൾ ഒരുപാട് കാണും. എങ്ങനെയാണ് അവരുടെ സിനിമകളിൽ അവർ കഥ പറഞ്ഞു വരുന്നത്, രീതി എങ്ങനെയാണെന്ന് കണ്ട് അങ്ങനെയൊക്കെയാണ് അവിടെ സിനിമകൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിൽ നിന്ന് പഠിക്കേണ്ടതും നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ടതുമായ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിൽ നിന്ന് അവർ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡിസിപ്ലിനാണ്. നമ്മളൊരു ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ സിനിമ എടുത്ത് തീർക്കും. അവരങ്ങനെയല്ല, അവർ ഒരുപാട് സമയമെടുത്ത്, അവർ ഒരു ദിവസം എടുക്കുന്ന സീനുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം എടുക്കുന്ന സീൻ അവർ ചിലപ്പോൾ ഒരു 3, 4, 5 ദിവസം കൊണ്ടൊക്കെയാണ് ഒരു ആർട്ടിസ്റ്റ് വന്ന് ചെയ്യുക. അപ്പോൾ അതാണ് അവരുടെ രീതി. കാരണം അവരുടെ ഫണ്ട് അങ്ങനെയാണ്, ലാവിഷായിട്ടുള്ള ഫണ്ടാണ്, വലിയ ബഡ്ജറ്റാണ്. അപ്പോൾ അവരങ്ങനെ വളരെ ലീഷർലി ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. നമ്മളങ്ങനെയല്ല, നമ്മൾ വളരെ ചുരുങ്ങിയ മാർക്കറ്റാണ് നമ്മുടെ. ആ മാർക്കറ്റിൽ നമുക്കിത് വിറ്റ് വരണമെങ്കിൽ നമ്മളെപ്പോഴും ആ ഫണ്ട്, ആ വരവിനെ നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ട് വേണം ചിലവ് ചെയ്യാൻ. അതിൻ്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും നമുക്കുണ്ട്. അത് പുറത്തേക്കില്ല. അതാണ് നമുക്ക് പ്രധാന വ്യത്യാസം. നമ്മുടെ പ്ലസ്സും അവിടുത്തെ മൈനസുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ മൈനസും അവരുടെ പ്ലസ്സുമായിട്ട് മാർക്കറ്റിംഗ് തന്ത്രമാണ്. അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഭയങ്കര ഡിഫറൻ്റാണ്, പവർഫുള്ളാണ്. അവരൊരിക്കലും സിനിമയുടെ ഡീറ്റെയിൽസ് ഒന്നും അവർ ആദ്യമൊന്നും കൊടുക്കില്ല. ജസ്റ്റ് ഒരു പേര്, ഒരു ചെറിയൊരു നറേഷനോ എന്തെങ്കിലും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ലൊക്കേഷൻസിലെ ഫോട്ടോസ് അവർ റിലീസ് ചെയ്യില്ല. ഒരിക്കലും സിനിമയിലെ സ്റ്റിൽസ് അവർ ഒന്നും കൊടുക്കില്ല. അതൊക്കെ സിനിമ റിലീസ് ചെയ്യുന്നതോടുകൂടി ഒറ്റ കൊടുക്കലാണ്, ഒരു പമ്പിങ് ആണ്. ആ ഒരു വരവ് ആളുകൾ എല്ലാവരും വളരെ ക്യൂരിയസ് ആയിട്ട് അതൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത് സിനിമ കാണാൻ റെഡിയാകുന്ന സമയത്താണ് അവർ സിനിമ കാണുന്നത്. നമ്മുടെ ഇവിടെ അതല്ല രീതി. നമ്മുടെ അവിടെ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഒരു 3 മാസം മുമ്പോ 4 മാസം മുമ്പോ ഇതിങ്ങനെ വിട്ട് ഈ സിനിമയോടുള്ള എല്ലാ ക്യൂരിയോസിറ്റിയും ആളുകൾക്ക് തീർന്നു കഴിഞ്ഞിട്ടാണ്
ഈ സിനിമ അവസാനം വരുന്നത്. അവർ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാക്സിമം ഇതിനകത്തു നിന്നുള്ള ഇൻഫർമേഷൻ കൊടുത്ത് ആളുകളുടെ ക്യൂരിയോസിറ്റിയെ കില്ല് ചെയ്തതിന് ശേഷമാണ് സിനിമയെ കൊണ്ടുവരുന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. മാർക്കറ്റിംഗ് തന്ത്രത്തിൽ എപ്പോഴും ആളുകളുടെ ക്യൂരിയോസിറ്റിയെ നിലനിർത്തിക്കൊണ്ട് ആ ക്യൂരിയോസിറ്റിയോടൊപ്പം തന്നെ സിനിമയെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ടത് തന്നെയാണ്. എല്ലാവരുമായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് വളരെ കംഫർട്ടബിളായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതെൻ്റെ സ്റ്റോറിയാണ്. ഈ കഥാപാത്രം എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്ന് എനിക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയുക. ഞാനിപ്പോൾ ഇവിടെ ദിലീപിനെ ആണെങ്കിലും തമിഴിൽ വിജയ് ആണെങ്കിലും ഹിന്ദിയിൽ സൽമാൻ ഖാനെ ആണെങ്കിലും അവർക്ക് അഭിനയം പഠിപ്പിച്ചു കൊടുക്കലല്ല എൻ്റെ ജോലി. ഈ കഥാപാത്രം എന്ത് ചെയ്യും, ഈ കഥാപാത്രം എങ്ങനെയാണ്, ഈ കഥാപാത്രത്തിന് ഇങ്ങനെയാണ് അയാൾ ഇമോഷണൽ രംഗങ്ങളിൽ ഇയാൾ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, ഇയാൾ ഇങ്ങനെയാണ് ചിന്തിക്കുക, ഇയാൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുക, ഒരു സംഭവത്തോട് ഇയാൾ ഇങ്ങനെയാണ് പ്രതികരിക്കുക. ഇതൊക്കെ ആണ് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. ആ കാര്യത്തിൽ അവരൊക്കെ വളരെ കംഫർട്ടബിളാണ്. ഇങ്ങനെ അഭിനയിക്കണം എന്ന് ഞാൻ ഒരാളോടും പറയില്ല. ഈ കഥാപാത്രം ഇങ്ങനെ ആയിരിക്കും ചെയ്യുക എന്നാണ് ഞാൻ പറയുക. ഒരിക്കലും നിങ്ങളിങ്ങനെ അഭിനയിക്കണം എന്ന് ഞാൻ വിജയോടും പറയാറില്ല, സൽമാനോടും പറഞ്ഞിട്ടില്ല, ദിലീപിനോടും പറഞ്ഞിട്ടില്ല, ഇവിടെ ഉള്ള ആരോടും പറയാറില്ല. മലയാളത്തിൽ ആരോടും ഇങ്ങനെയാണ് ഈ കഥാപാത്രം ഇങ്ങനെയാണ്, അപ്പോൾ ഇങ്ങനെയാണ് ഇയാൾ ചെയ്യുള്ളൂ എന്നേ പറയുള്ളൂ. അത് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവരുടെ ഈഗോയെ ഹർട്ട് ചെയ്യാത്ത എൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നൊരു രീതിയാണ് ഞാൻ. അതിപ്പോൾ ആരാണെങ്കിലും എനിക്ക് എല്ലാവരും കംഫർട്ടബിളാണ്. കാരണം എല്ലാവരും അവരവരുടെ തൊഴിൽ ചെയ്യാൻ വരുന്നവരാണ്. അവരുടെ ഈഗോയെ നമ്മൾ ഹർട്ട് ചെയ്യുന്നില്ല, എൻ്റെ ഈഗോയെ അവരും ഹർട്ട് ചെയ്യാതെ പോകുന്നതാണ് എപ്പോഴും ഈ റാപ്പോ എന്ന് പറയുന്നത്. വളരെ സ്മൂത്തായിട്ട് പോകും. എൻ്റെ ഷൂട്ടിങ്ങുകളൊക്കെ എനിക്കൊരിക്കലും ഒരു ആക്ടറുമായിട്ടും എനിക്ക് ക്ലാഷ് ഉണ്ടായിട്ടില്ല. ഒരു ലൊക്കേഷനിലും എൻ്റെ ഒരു പ്രോബ്ലം വന്ന് എനിക്ക് ഷൂട്ട് ചെയ്യുന്നത് അത് ഇതുകൊണ്ടാണ്. എനിക്കെന്താ വേണ്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം, എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് എനിക്കും വ്യക്തമായിട്ടറിയാം. അതുപോലെ അവരെനിക്ക് നല്ല റെസ്പെക്റ്റ് തരുന്നുണ്ട്, ഞാൻ തിരിച്ചവർക്കും നല്ല റെസ്പെക്റ്റ്. ഗീവ് ആൻഡ് ടേക്കാണ് എൻ്റെ രീതി. ഒരിക്കലും ഞാൻ അവരുടെ ഒരു ബോസല്ല, അവരുടെ ഒരു സുഹൃത്താണ്. അവർക്ക് ഈ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. അവർ കഥാപാത്രത്തിൽ നിന്ന് എപ്പോൾ മാറിപ്പോകുന്നു അപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. ഡയറക്ടറാണ്. പിന്നെ ഫ്രെയിം വെക്കുന്നതൊക്കെ എൻ്റെ ജോലിയാണ്. അത് ഒന്നും അവരൊന്നും അതിനകത്തൊന്നും ഇൻ്റർഫിയർ ചെയ്യില്ല. അവരുടെ ഇൻവോൾവ് ചെയ്യുന്ന അവരുടെ അഭിനയം മാത്രമാണ്. ആ അഭിനയത്തിൽ അവരെ എങ്ങനെയൊക്കെ ഈ കഥാപാത്രത്തോട് അടുപ്പിക്കാൻ പറ്റുമോ അതാണ് ഞാൻ ചെയ്യുന്നത്. ഈ കഥാപാത്രത്തിൽ നിന്ന് അവരെപ്പോഴൊക്കെ വഴുതി പോകുന്നുണ്ടെങ്കിലാണ് അപ്പം ഞാനൊന്ന് ഓർമ്മിപ്പിക്കും. ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒരാളോട് ഒരു ആക്ടർക്കും ഒരു കാലത്തും ദേഷ്യം ഉണ്ടാവില്ല. അവരെന്നും നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ സന്തോഷമേ ഉണ്ടാവുള്ളൂ. ഇല്ല, അങ്ങനെ പ്രത്യേക അജണ്ടകളുള്ള കോക്കസുകളൊന്നുമില്ല. ഇതാണ് എപ്പോഴും സിനിമ ഇറങ്ങുമ്പോൾ സിനിമക്കാർക്കിടയിലാണ് ആദ്യം ഇത് നെഗറ്റീവാകുന്നത്. ഏത് സിനിമ ഇറങ്ങുമ്പോഴും സിനിമാക്കാർ അതിനെ നെഗറ്റീവായിട്ട്. അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ബെനിഫിറ്റ് അവർക്കല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അസൂയാണ് അതിൻ്റെ ആദ്യത്തെ കാരണം. രണ്ടാമത്തെ കാരണം പിന്നെ സിനിമ മോശമാണെങ്കിൽ ഇവർ കാര്യമായിട്ടൊന്നും മിണ്ടില്ല. അത് വലിയ സിനിമകളാണെങ്കിലാണ് മോശമാണെങ്കിൽ ഇവർ അടിച്ച് പറഞ്ഞ ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളൊരു സിനിമ, ഒരു വലിയ സംവിധായകൻ്റെ സിനിമ, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ, അല്ലെങ്കിൽ നല്ല വാല്യൂ ഉള്ളൊരു ആർട്ടിസ്റ്റിൻ്റെ സിനിമ, അവരുടെയൊക്കെ സിനിമയെ മാത്രമാണ് ഇവർ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പറയുള്ളൂ, കൊള്ളില്ല എന്ന് പറയുള്ളൂ. ഇതൊന്നും ഒരു കോക്കസിൻ്റെ ഭാഗമല്ല, അതൊക്കെ ഒരു വൈകല്യത്തിൻ്റെ ഭാഗമാണ്, മാനസിക വൈകല്യത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു സംവിധായകൻ്റെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഞാൻ ഏറ്റവും ചെറിയ രീതിയിൽ അത് റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കില്ല. അതിൻ്റെ ഡയറക്ടറെ വിളിച്ചിട്ട് അത് കൊള്ളില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയാൻ നിൽക്കില്ല. കാരണം അത് അങ്ങേര് റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ എന്തിനാണ് അത് വിളിച്ച് പറഞ്ഞ് അങ്ങേരെ ഹർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കില്ല. ഇത് അങ്ങനെയല്ല. ഇത് പറയുക, മറ്റുള്ളവരോട് പറയുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടപ്പെടാത്തൊരു സിനിമയാണെങ്കിൽ ഞാൻ ആരോടും മിണ്ടില്ല. ഞാൻ കണ്ടു, ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം ഞാൻ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ നിൽക്കില്ല. കാരണം അതിനൊരു നെഗറ്റീവ് ആകരുത് എന്നുള്ള അർത്ഥമാണ്. എല്ലാ പടവും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്ക് ഇഷ്ടപ്പെടാതെ വരാം. ഞാൻ എൻ്റെ രീതി ഒരിക്കലും ഞാൻ ആരുടെ സിനിമയെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വിളിച്ച് പറയാറില്ല. പക്ഷേ ഇവിടെ പൊതുവേ ഉള്ളൊരു ദുരന്തം, ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഫോൺ വിളിച്ചിട്ട് ആവേശമാണ്. ഈ സിനിമ കൊള്ളില്ല എന്ന് സ്ഥാപിക്കാനും ഇത് പൊട്ടു എന്ന് പറയാനും, എന്നിട്ട് അവിടെ വിളിക്കുക ഇവിടെ വിളിക്കുക. നമ്മൾ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ കോളുകൾ അവർ വിളിച്ചിട്ട് അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വൈകല്യങ്ങളാണ്, മനസ്സിൻ്റെ വൈകല്യങ്ങൾ, അല്ലെങ്കിൽ മെച്യൂരിറ്റി ഇല്ലായ്മ. ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഇൻഡസ്ട്രിയിൽ ഒരു സിനിമ ഓടുമ്പോൾ ആ ഇൻഡസ്ട്രിക്കുണ്ടാകുന്ന സ്ട്രെങ്ത്ത് ഭയങ്കരമാണ്. അത് ആ പറയുന്ന ആളും കൂടി ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുകയാണ്.
അപ്പോൾ ഇൻഡസ്ട്രി ഇല്ലാതായാൽ, അതിന് വീക്ക്നെസ് വന്നാൽ എല്ലാവരെയും ബാധിക്കുമെന്ന് പറയുന്ന ഒരു സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. അതൊക്കെ അവരുടെ മെച്യൂരിറ്റി ഇല്ലായ്മയുടെ ഭാഗമായിട്ട് നമുക്ക് തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. കാരണം പ്രേക്ഷകൻ ഇതൊന്നും ശ്രദ്ധിക്കില്ല. പ്രേക്ഷകനും സ്ക്രീനിൽ എന്ത് പറയുന്നു, സ്ക്രീനിൽ അവർ കാണാൻ വരുന്നത് ചിരിക്കാനാണെങ്കിൽ ആ ചിരി സ്ക്രീനിലുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. അതുപോലെ അവർ പേടിക്കാനാണ് വരുന്നതെങ്കിൽ ആ പേടി സ്ക്രീനിലുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടും. അവർ ത്രില്ലടിക്കാനാണ് വരുന്നതെങ്കിൽ ആ ത്രില്ലടിക്കുന്ന എലമെൻറ്റ് സ്ക്രീനിലുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയാണ് പ്രേക്ഷകൻ സിനിമയെടുക്കുക. അവൻ മനസ്സിൽ ഒരു സിനിമയ്ക്കൊരു ഇത് കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഇതൊരു തമാശ ഉള്ള സിനിമയാണ്, ഇതൊരു രസകരമായ സിനിമയാണ്. ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒന്നും മോശം സിനിമകൾ എന്ന് പറയാൻ ഒരു സിനിമ പോലും ഇല്ല. അയ്യേ ഇതെന്തിന് എടുത്തു എന്ന് പറയാവുന്ന ഒറ്റ സിനിമ പോലും ഇല്ല. അപ്പോൾ ഇതൊരു നല്ല സിനിമ തന്നെയായിരിക്കും എന്ന് വരുന്ന പ്രേക്ഷകനാണ് എൻ്റെ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളത്. അപ്പോൾ ആ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഈ സിനിമയും കൊള്ളാം, നല്ല രസമുണ്ട്, ചിരിച്ച് വയറ്റിൽ നീര് വീണു. ഗോഡ് ഫാദറിന് ശേഷം ഇത്രയും ചിരിയുള്ള, അല്ലെങ്കിൽ റാംജി റാവുവിൻ്റെ ഒക്കെ ഹരിഹർ നഗറിനൊക്കെ കാലഘട്ടത്തിൽ ഇത്രയും ചിരിയുള്ള ഒരു സിനിമ ഞങ്ങൾ കാണുന്നത് ഇപ്പോഴാണ്. അതും വളരെ നാച്ചുറലായിട്ടുള്ള, സഭ്യമായ, വളരെ പുതുമയുള്ള തമാശകളാണ്. ഒരിക്കലും വേറെ സിനിമകളിൽ കണ്ടതോ എൻ്റെ സിനിമകളിൽ കൂടെ തന്നെ കണ്ടതോ ആയ ഒരു തമാശയുമില്ല. ചിരിച്ച് ജനം മറിയുകയാണ്, കുട്ടികളുമൊക്കെ വീണ് കിടന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് ആ പ്രേക്ഷകനാണ് എത്തുന്നത്. ആ പ്രേക്ഷകർക്ക് ഈ സിനിമ വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ ഞാനിങ്ങനെ വന്നിരുന്നത് സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.